വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിലെത്തിയിട്ട് ഏകദേശം എത്ര ദിവസമായിട്ടുണ്ടാവും? 30 ദിവസം. വെറും 30 ദിവസം. 30 ദിവസം കൊണ്ട് ഒരു വലിയ ബൃഹത് പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നു ഇന്നു മുതൽ. അതായത് വനിതകളുടെ സൗജന്യ യാത്ര. സർക്കാർ, അതായത് വി.ഡി. സതീശൻ UDF വാഗ്ദാനം നൽകിയിരുന്നു. അത് വെറും 30 ദിവസത്തിനുള്ളിൽ നടപ്പാക്കുകയും ചെയ്തിരിക്കുന്നു. പക്ഷെ ഇതിനെതിരെ ഇത് കൃത്യമായിട്ട് പാലിക്കാൻ, അതായത് നൽകിയ വാഗ്ദാനം കറക്റ്റായിട്ട് പാലിക്കാൻ പറ്റിയെന്ന് തോന്നുന്നുണ്ട്. എങ്ങനെയാണ്? തീർച്ചയായും അതിൽ രണ്ട് വിഭാഗങ്ങളുടെ അഭിപ്രായമുണ്ട്. കാരണം നേരത്തെ ചേട്ടൻ പറഞ്ഞതുപോലെ വി.ഡി. സതീശൻ സർക്കാർ അധികാരമേറ്റ് ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഈ പദ്ധതി നടപ്പാക്കി. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഈ പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ ചോദിച്ചിരുന്നു, എങ്ങനെ ഇത് നടപ്പാക്കും? അധികാരത്തിലേറിയാൽ ഇത് നടപ്പാക്കാൻ കഴിയുമോ? അധികാരത്തിലേറാൻ വേണ്ടി ജനങ്ങളോട് കളവ് പറയുകയാണോ എന്നൊക്കെ ഒരു സംശയം. കാരണം KSRTC നഷ്ടത്തിലാവില്ലേ? തീർച്ചയായും അല്ല, നിലവിൽ നഷ്ടത്തിൽ തന്നെയാണ്, അത് പൂട്ടിപ്പോകില്ല എന്നുള്ള ഭയം. കാരണം അങ്ങനെ ജനങ്ങൾ സംശയം പ്രകടിപ്പിച്ചാൽ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം KSRTCയുടെ അവസ്ഥ നമുക്കറിയാം. ശമ്പളവും പെൻഷനൊക്കെ മുടങ്ങിയ കേരളത്തിലെ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് KSRTC. കൃത്യമായി ശമ്പളം കിട്ടാൻ തുടങ്ങിയിട്ട് അവർക്ക് മാസങ്ങളായിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ KSRTCയിൽ സൗജന്യ യാത്ര പ്രഖ്യാപിച്ചാൽ ഇത് എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയുമെന്ന ആശങ്ക പല കോണുകളിൽ നിന്നും വരുന്നു. എനിക്ക് തോന്നുന്നത് കോൺഗ്രസിനകത്ത് നിന്ന് ആൾക്കാരടക്കം ഇത്തരത്തിൽ ഇത് നടപ്പാക്കാൻ കഴിയുമോ എന്നൊരു ആശങ്ക പ്രകടിപ്പിച്ചു. ഒരു വാഗ്ദാനം നൽകണമായിരുന്നോ എന്ന് തന്നെയാണ് ആദ്യം ചോദിച്ചത്. തീർച്ചയായും ഇങ്ങനെ ഒരു വാഗ്ദാനം നൽകണമോ, നമുക്ക് നടപ്പാക്കാൻ പറ്റുമോ? പിന്നീട് പലരും പറഞ്ഞത് ഇത് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടിയുള്ള ഒരു വാഗ്ദാനം മാത്രമാണ്, ഇത് നടപ്പിലാക്കാൻ കഴിയുന്നില്ല എന്ന്. പക്ഷേ ആദ്യ മന്ത്രിസഭാ യോഗം കഴിഞ്ഞ് ആദ്യത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത്, മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞത്, ജൂൺ 15 എന്നൊരു തീയതി ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ പദ്ധതി ആരംഭിച്ചിരിക്കുമെന്നാണ്. അതിപ്പോ കൃത്യമായിട്ട് തീർച്ചയായും ജൂൺ 15 ആരംഭിച്ചു. അതിൽ കേരളത്തിലെ ചില ആളുകൾക്കുള്ള ഒരു പരാതി ഓർഡിനറി സർവീസിൽ മാത്രമേ ഉള്ളൂ എന്നതാണ്. കാരണം ടൂറ് പോകുന്ന ആളുകൾക്കൊന്നും നടക്കില്ല എന്നൊരു പരാതി പലർക്കുണ്ട്. പക്ഷേ അല്ല, അത് ശരിയാണ്. അന്ന് ആദ്യം പറഞ്ഞത് ഒരു വീട്ടിൽ കയറി, ഇപ്പോഴും ആ വീഡിയോ വൈറലാണ്. വി.ഡി. സതീശന്റെ ഒരു വീട്ടിൽ ചെന്നിട്ട് പറയുന്നത്, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോവാം, പിന്നെ അമ്പലത്തിൽ പോവാം, തീർത്ഥാടന യാത്ര പോവാം, ദീർഘദൂര യാത്രയ്ക്ക് പോവാം, എവിടെ വേണമെങ്കിൽ പോവാം, KSRTC സൗജന്യമായിട്ട് പോവാം എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ അത് നടപ്പിലാക്കിയിട്ടില്ലല്ലോ ശരിക്കും പറഞ്ഞാൽ. തീർച്ചയായും അത് KSRTC സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കേരളത്തിൽ നിന്ന് വിവിധ അയൽ സംസ്ഥാനങ്ങളിലേക്ക്, ചെന്നൈയിലേക്ക്, മംഗലാപുരത്തേക്ക്, ബാംഗ്ലൂരുവിലേക്ക്, മൈസൂരുവിലേക്കൊക്കെ KSRTCയുടെ ബസ് സർവീസ് ഉണ്ട്, കോയമ്പത്തൂരേക്ക്. ഈ ബസ്സുകളിലൊക്കെ സൗജന്യം കൊടുത്താൽ ആ KSRTC ഒരു മാസം കൊണ്ട് പൂട്ടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ സർക്കാർ പറഞ്ഞിരിക്കുന്നത് 100 ദിവസം ഇത് പരീക്ഷിക്കും, അതിനുശേഷം ഇത് മറ്റു ബസ്സുകളിലേക്ക് വ്യാപിപ്പിക്കും. പക്ഷെ ഞാൻ പറയുന്നു, മറ്റു ബസ്സുകളിലേക്ക് വ്യാപിപ്പിക്കുക എന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. കാരണം ദീർഘദൂര ബസ്സുകളിലൊക്കെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുകയാണെങ്കിൽ പിന്നീട് ബസ്സിൽ പുരുഷന്മാർ കയറാനുണ്ടാവില്ല. കാരണം ദീർഘദൂര ബസ്സുകളെല്ലാം ബുക്കിംഗ് സർവീസുകൾ അവൈലബിൾ ആയ, അല്ലെങ്കിൽ സീറ്റ് ബുക്ക് ചെയ്ത് പോകുന്ന ബസ്സുകളാണ്. അവിടങ്ങളിൽ എങ്ങനെ ഇത് നടപ്പിലാക്കുന്നത് പ്രായോഗികമായി വലിയ ബുദ്ധിമുട്ടുണ്ട്. തീർച്ചയായും. കാരണം കേരളത്തിലെ രാത്രികാല ഗതാഗതങ്ങളും ദീർഘദൂരത്തിലേക്ക് ആളുകൾ സമീപിക്കുന്ന, അല്ലെങ്കിൽ ആളുകൾ സ്വീകരിക്കുന്ന KSRTC എന്ന് പറയുന്ന ഒരു യാത്രാ സംവിധാനത്തെയാണ്. ആ യാത്രാ സംവിധാനത്തിൽ ഇത്തരത്തിൽ ദീർഘദൂര ബസ്സുകൾക്ക്, അതായത് കേരളത്തിന്റെ അഭിമാന സ്തംഭമായ ഒരുപാട് ബസ്സുകളുണ്ട്, ദീർഘദൂര സർവീസുകൾ. ആ ബസ്സുകളിലേക്കൊക്കെ ഇത് യാത്ര സൗജന്യമാക്കി കൊടുത്താൽ ആ ബസ്സിൽ കയറാൻ മറ്റാളുകൾ ഉണ്ടാവില്ല, ഡിപ്പാർട്ട്മെന്റ് തന്നെ പൂട്ടിപ്പോകുന്ന സാഹചര്യത്തിലേക്ക് പോകും. എന്തായാലും ഈ പറഞ്ഞ ദിവസത്തെ തന്നെ നടപ്പിലാക്കി. തീർച്ചയായും എന്തായാലും പറഞ്ഞ ദിവസം തന്നെ നടപ്പിലാക്കാൻ കഴിഞ്ഞു. നമുക്കറിയാം, UDFന് ഭൂരിപക്ഷം ലഭിച്ച് സർക്കാർ അധികാരമേൽക്കുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൽ മഹിളാ മോർച്ച പ്രതിഷേധം നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരു സർക്കാർ അന്ന് CPM വരെ ചോദിച്ചത്, പ്രതിഷേധം നടത്തുന്നത് തെറ്റല്ല, പക്ഷെ ഒരു സർക്കാർ അധികാരമേൽക്കുമ്പോൾ ആർക്കെതിരെ പ്രതിഷേധം നടത്തുമെന്നാണ് പ്രധാന പ്രതിപക്ഷമായ CPM ചോദിച്ചത്. ആദ്യത്തെ അതുകൊണ്ട് തന്നെ അധികാരത്തിലേറെ ഒരു മാസം പൂർത്തീകരിക്കുമ്പോൾ ഈ പദ്ധതി നടപ്പിലാക്കിയത്, ഇവർ പറയുന്നത്, ചില സാമ്പത്തിക വിദഗ്ധരൊക്കെ പറയുന്നത്, ഈ ടെക്സ്റ്റൈൽ ഷോപ്പുകളിൽ അല്ലെങ്കിൽ വ്യാപാര സ്ഥാപനങ്ങളിലൊക്കെ ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്ക് അവർക്ക് ഒരു മാസത്തിൽ കുറച്ച് പണം സേവ് ചെയ്യാൻ പറ്റും. അതില് പിന്നെ എനിക്ക് വ്യക്തിപരമായുള്ള ഒരു വിയോജിപ്പ്, കേരളത്തിൽ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങുന്ന ആളുകളുണ്ട്. അതായത് വലിയ ഉദ്യോഗസ്ഥന്മാർ, കോളേജ് പ്രൊഫസർമാർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾ, അത്തരക്കാർക്കൊക്കെ ഈ സൗജന്യ സർവീസ് കൊടുക്കണമെന്നൊരു ചോദ്യം ഞാൻ ചോദിക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിന്റെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ, ഈ തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡിൽ വെച്ച് നടന്ന ഈ യാത്രാ സൗജന്യ പദ്ധതിയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഇത് സ്ത്രീകൾക്കുള്ള ഒരു ഔദാര്യമല്ല, കേരളത്തിലെ സ്ത്രീകൾക്കുള്ള ആദരവും അവകാശവുമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല, സാധാരണക്കാരായ സ്ത്രീകൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു പദ്ധതിയാണ്. അത് ചിലർക്ക് ഒഴിവാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിന് കൃത്യമായ ഉത്തരം ഗതാഗത മന്ത്രി CP ജോൺ നൽകിയിട്ടുണ്ട്. കാരണം അതായത് വേർതിരിവ് വേണ്ട. കാരണം ഒരു ആൾക്കാർ എന്താണ് ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ പണമുള്ളവരാണോ
ഇല്ലാത്തവരാണോ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരാണോ, അങ്ങനെ ഒരു വേർതിരിവ് ആ ബസ് യാത്രക്കിടെ ഉണ്ടാവരുത് എന്നുള്ളൊരു നിലപാടുള്ളത് കൊണ്ടാണ് എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയെന്ന് CP ജോൺ കൃത്യമായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ KSRTCയുടെ മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയാണൊക്കെ നമുക്ക് വരും മാസങ്ങളിൽ മാത്രമേ കണ്ടറിയാൻ പറ്റൂ. കേരളത്തിന് മുമ്പ് KSRTCയിൽ സൗജന്യ യാത്ര പ്രഖ്യാപിച്ച ഒരു സംസ്ഥാനമാണ് കർണാടകയിൽ KSRTCയുടെ ദീർഘദൂര ബസ്സുകളിലൊന്നുമില്ല, ഇതേപോലെ സിറ്റി സർവീസുകൾ മാത്രമാണുള്ളത്. പക്ഷെ അവിടെ ഇപ്പോൾ വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധി അല്ലെങ്കിൽ സാമാന്യം നല്ലൊരു സാമ്പത്തിക പ്രതിസന്ധി കർണാടക SRTC അനുഭവിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ബസ് സർവീസ് സൗജന്യമാണ്, പക്ഷെ അവിടെ എല്ലാ ബസ്സുകളിലും പിങ്ക് കളർ അടിച്ച ബസ്സിൽ മാത്രമേ സൗജന്യമുള്ളൂ. തെലങ്കാനയിൽ സൗജന്യ യാത്രയുണ്ട്, ഹിമാചൽ പ്രദേശിൽ സൗജന്യ യാത്രയുണ്ട്. പക്ഷേ അവിടങ്ങളിലൊക്കെ വലിയ വരുമാനമുള്ള സംസ്ഥാനം, തെലങ്കാനയൊക്കെ വലിയ വരുമാനമുള്ള സംസ്ഥാനമാണ്. അതുപോലെയല്ല കേരളം. ഒന്നാമത് കേരളത്തിന്റെ പൊതുമേഖലാ സ്ഥാപനമായ KSRTC നഷ്ടത്തിലോടുന്ന ഒരു സർവീസ് കൂടിയാണ്. അത് ലാഭത്തിലാക്കാൻ കഴിയുമോ എന്ന് പരിശ്രമിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധി വരുന്ന ഒരു പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ തുടക്കം കുറിച്ചത്. അതിനാണ് ഒരു മറ്റൊരു മാർഗങ്ങൾ തേടുന്നുണ്ട് എന്നുള്ളതും കാര്യം ഗതാഗത മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ടിക്കറ്റേതര വരുമാനം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പല പദ്ധതികൾ ആവിഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അതൊക്കെ ഇനിയും നടപ്പിലാക്കേണ്ട കാര്യങ്ങളാണ്. എന്താവുന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. പക്ഷെ മറ്റൊരു കാര്യം ചില ആളുകൾ പറയുന്നത്, ഒരു വീട്ടിൽ നിന്ന് ഒരു സ്ത്രീയും പുരുഷനും യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായും പലരും KSRTC ബസ് തിരഞ്ഞെടുക്കാറില്ല. പക്ഷെ ഇനി മുതൽ KSRTCയിൽ ആ സ്ത്രീ കയറുമ്പോൾ പുരുഷനും കയറും. അപ്പോൾ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കുക. ഇതൊക്കെ എത്രത്തോളം ഫലപ്രദമാവുന്നൊക്കെ നമുക്ക് ഈ അടുത്ത മാസത്തെ കണക്ക് നോക്കിയാൽ മാത്രമേ മനസ്സിലാകൂ. പക്ഷേ ആരംഭിച്ച പദ്ധതി നിർത്താൻ കഴിയില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. അത്തരത്തിൽ നിർത്തുകയാണെങ്കിൽ അത് കോൺഗ്രസിന്റെയും UDF-ന്റെയും അടിവേറിറക്കുന്ന തീരുമാനമായിരിക്കും. എന്തായാലും ഈ പദ്ധതി ആരംഭിച്ചത് ഈ എതിർ പാർട്ടികൾ, അതായത് ഇടതുപക്ഷത്തിനും പിന്നെ BJP-യുടെ നേതാക്കൾക്കൊക്കെ ഇതിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും ഈ പദ്ധതി ഉദ്ഘാടന സമ്മേളനത്തിൽ വിവിധ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഇതിന്റെ നിയോജക മണ്ഡലം തല ഉദ്ഘാടനം നടന്നിട്ടുണ്ട്. ഇടതുമുന്നണിയുടെ MLA-മാരുള്ള CPM-ന്റെ MLA-മാരുള്ള ഇടങ്ങളിലൊന്നും അവർ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കാതെ ബഹിഷ്കരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ബഹിഷ്കരിക്കേണ്ട BJP-യുടെ നേമത്തെ MLA നമ്മുടെ പരിപാടിയിൽ വിളിച്ചിട്ടുണ്ട്, പോലും പങ്കെടുത്തില്ല. തീർച്ചയായും. കാരണം BJP ഇന്ന് തന്നെ സമരത്തിനിറങ്ങി. ഇപ്പോൾ അവർ കോട്ടയത്ത് ദീർഘദൂര BJP-യുടെ വനിതാ സംഘടന മഹിളാ മോർച്ച സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ കയറി ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. അപ്പോൾ അവിടെ വലിയ പ്രതിഷേധമുണ്ടായി. യാത്രക്കാർ സമരക്കാർക്കെതിരെ തിരിയുന്നു. നിങ്ങൾ ഞങ്ങളുടെ സമയം മുടക്കരുത്, ബസ്സിന് പുറത്ത് പ്രതിഷേധം നടത്തിക്കും എന്ന് പറയുന്ന ഒരു വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും വലിയ ഈ പ്രതിഷേധമൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ, ഇതൊരു വലിയ ഒരു ജനോപകാരപ്രദമായ ഒരു പദ്ധതി ആയതുകൊണ്ട് അതിനൊരു തുരങ്കം വെക്കുന്ന പരിപാടി തീർച്ചയായും. കാരണം KSRTCയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സാധാരണക്കാരായ സ്ത്രീകൾക്ക് വളരെയേറെ ഉപകാരമുള്ള ഒരു പദ്ധതിയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ അത്തരത്തിൽ സ്ത്രീകൾക്ക് ഉപകാരമാകുമ്പോൾ ഇപ്പുറത്ത് KSRTCയെ ആശ്രയിച്ച് കഴിയുന്ന 10,000-കണക്കിന് ആൾക്കാരുണ്ട്. അതിൽ നമ്മൾ ഡ്രൈവറും കണ്ടക്ടറും മാത്രമല്ല, അതിൽ വർക്ക്ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, ഇൻസ്പെക്ടർമാർ ഉൾപ്പെടെ നിരവധി KSRTCയിലെ പ്യൂണുമാര്, ക്ലർക്കുമാർ, ഒരുപാട് ആളുകളുണ്ട്. അവരെ വയറ്റത്തടിക്കുന്ന ഒരു സമീപനം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകരുത്. ഒരു ഭാഗത്ത് നല്ലൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും KSRTCയിലെ ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം കൊടുക്കാനുള്ള ഒരു സംവിധാനം കൂടി സർക്കാർ ഉണ്ടാക്കണം. അല്ലെങ്കിൽ ഈ കൈയടിച്ച ആളുകൾ തന്നെ കല്ലെറിയുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങും. എപ്പോഴും പൂമാല മാത്രം പ്രതീക്ഷിക്കുന്ന സർക്കാർ പൂമാലയ്ക്കൊപ്പം കല്ലേറും ഉണ്ടാകുമെന്ന് സർക്കാർ തിരിച്ചറിയണം. പക്ഷേ ഇതൊരു വിപ്ലവാത്മകമായ പദ്ധതിയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ പദ്ധതി എത്ര കാലം മുന്നോട്ട് പോകുമെന്ന് പലരും ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതിനകത്ത് കുറെ പ്രതിസന്ധികൾ ഉണ്ടാവും. അതൊക്കെ പഠിക്കാൻ കൂടി വേണ്ടിയിട്ടാണല്ലോ നമ്മൾ 100 ദിവസം നോക്കാമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് സർക്കാർ ഇത് ആരംഭിച്ചിരിക്കുന്നത്. തീർച്ചയായും പ്രതിസന്ധികളില്ലാതെ ഈ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. കാരണം കേരളം പോലെ ഒരു സംസ്ഥാനത്ത് മറ്റു വരുമാനമൊന്നുമില്ല. KSRTC നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. ആ പ്രതിസന്ധികളെ മറികടക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസമാണ് VD സതീശനും ഗതാഗത മന്ത്രി CP ജോണും പ്രകടിപ്പിക്കുന്നത്. മറികടക്കാൻ കഴിയട്ടെ. എന്തായാലും സ്ത്രീകൾക്ക് ഈ കിട്ടിയ അവസരം നല്ലൊരു അവസരമാണ്. UDF സർക്കാർ, ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വന്ന ഒരു മാസത്തിനകം ഇത് നടപ്പിലാക്കി. അത് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനൊക്കെ മുമ്പ് UDF-ന്റെ നേതൃത്വത്തിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ നടത്തിയ പുതുയുഗ യാത്രയുടെ സമാപന സമ്മേളനത്തിൽ തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് വെച്ച് രാഹുൽ ഗാന്ധിയാണ് ഈ പദ്ധതി പ്രഖ്യാപിച്ചത്. രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച ഈ പദ്ധതി നടപ്പിലായി എന്ന് മാത്രമല്ല, അന്ന് രാഹുൽ ഗാന്ധി അടക്കം പലയിടങ്ങളിലും ഈ ബസ്സിൽ സഞ്ചരിച്ച് സ്ത്രീകളൊക്കെ പറയുന്നു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നിങ്ങൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാമെന്നാണ്. ആ രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം കൂടി ഇവിടെ യാഥാർത്ഥ്യമായി എന്ന് കോൺഗ്രസുകാർക്ക് ആശ്വസിക്കാം. ഇതിലൊരു കാര്യം പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, അതായത് സൗജന്യ യാത്ര നടത്തുന്ന വനിതകൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പ്രിയദർശിനി ബസ് സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്ന ബസ്സുകളിൽ മാത്രമേ ഇതിൽ കയറാനുള്ളൂ അല്ലെ. അപ്പൊ അതുകൂടാതെ വേറെ ഒരു കാര്യം പറയുന്നത്, ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൗജന്യ യാത്രയുണ്ട്.
അതായത് സമൂഹത്തിൽ നമുക്ക് പാർശ്വവൽക്കരിക്കപ്പെട്ടവർ എന്ന് സമൂഹം തന്നെ പറയുന്ന, അല്ലെങ്കിൽ അവർക്ക് വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന വിഭാഗമാണ്. അവർക്ക് കൂടി കൊടുക്കാൻ സൗജന്യ യാത്ര കൊടുക്കാൻ തയ്യാറായ സർക്കാരിനെ കൈയടിച്ച മതിയാവും. കാരണം ഉൾപ്പെടുത്തിയത് വലിയൊരു കാര്യമാണ്. കാരണം അത്തരത്തിൽ പലപ്പോഴും അവർക്ക് ജോലി പോലും ചെയ്യാൻ കഴിയാത്ത, ആരും ജോലി കൊടുക്കാൻ പോലും തയ്യാറാകാത്ത സാഹചര്യമാണുള്ളത്. അവർക്ക് വലിയൊരു ആശ്വാസമാണ് ഈ പദ്ധതി എന്ന കാര്യത്തിൽ തർക്കമില്ല. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, സാധാരണ ടിക്കറ്റ് എടുക്കുന്ന പോലെ ഇറങ്ങേണ്ട സ്റ്റോപ്പിലേക്ക് സീറോ ടിക്കറ്റ് എടുത്തിരിക്കണം. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ 500 രൂപ ഫൈൻ വരും. കാരണം അത് കൃത്യമായിട്ട് അതില്, കാരണം ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്തു എന്നുള്ളൊരു ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സീറോ ടിക്കറ്റ് എടുപ്പിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത് കൂടാതെ പിന്നെ ഈ യാത്ര ചെയ്യുന്നവരുടെ കൂടെ ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കില്ല, മക്കളുണ്ടാവും. അപ്പൊ 5 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള ആൺകുട്ടികൾ, പെൺകുട്ടികളാണെങ്കിൽ പിന്നെ ഫ്രീ ആണ്. ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ ഹാഫ് ടിക്കറ്റ് എടുക്കണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. പിന്നെയുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, പുരുഷന്മാരാണ് ടിക്കറ്റ് എടുക്കുന്നത് എങ്കിൽ കൂടെയുള്ള വനിതകളുടെ കാര്യം ടിക്കറ്റ് മെഷീനിൽ എൻ്റർ ചെയ്യുന്നതിന് മുൻപേ പറയണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പിന്നെ 15 കിലോ ലഗേജ് വരെ സൗജന്യമായിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ യാത്ര ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളത് സർക്കാർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. തീർച്ചയായും ഒരു അധികാരത്തിലേറെ ഒരു മാസത്തിനകം തന്നെ നടപ്പിലാക്കിയ പദ്ധതി കേരളത്തെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് വലിയൊരു ആശ്വാസകരമായി മാറും. അതേസമയം തന്നെ KSRTCക്ക് ഇത് ദുരിതമായി മാറുമെന്നൊക്കെ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ അറിയാൻ കഴിയും. ഇതിന്റെ ഫീഡ്ബാക്ക് വരാൻ കഴിയും. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു കാര്യം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞ വാക്കിൽ ആദ്യത്തെ ഒരു വാഗ്ദാനം പാലിക്കാൻ കഴിഞ്ഞു എന്നൊരു ആത്മവിശ്വാസമാണ് കോൺഗ്രസ് ക്യാമ്പുകളെല്ലാം പങ്കുവെക്കുന്നത്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ KSRTCയെ ഇതെങ്ങനെ ബാധിക്കും, പ്രതികൂലമായാണോ അല്ലെങ്കിൽ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം.